ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാറിന് സമീപമാണ്. എന്റെ പിന്നിൽ കാണുന്നത് ദേശീയപാതയിലുണ്ടായ വലിയ മണ്ണിടിച്ചിലാണ്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ദിവസങ്ങൾ വേണ്ടിവരും ഈ മണ്ണും ചെളിയും വലിയ പാറക്കല്ലുകളും നീക്കി ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ. 2018 പ്രളയത്തിൽ പ്രളയകാലത്ത് വലിയ മലയിടിച്ചിൽ ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. അതിന് സമീപത്ത് തന്നെയാണ് വീണ്ടും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ആദ്യ മണ്ണിടിച്ചിൽ. ആ സമയത്ത് ഇതുവഴി കടന്നു പോകുന്ന ഒരു മിനി ലോറി അപകടത്തിൽപ്പെടുകയും ആ ലോറി താഴത്തേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഉണ്ടായിരുന്ന ഗണേശൻ എന്നയാൾ മരണപ്പെട്ടു. അത് ഗണേശനൊപ്പം ഉണ്ടായിരുന്ന മുരുകൻ എന്നയാളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഇന്ന് രാവിലെ ഈ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. അതാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത്. മണ്ണ് നീക്കം ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതോടുകൂടി മണ്ണ് നീക്കം ചെയ്യുന്ന ജോലികൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഇനിയും ഈ മേഖലയിൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. ഇതിന് സമീപത്താണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഗാർഡന്റെ സമീപത്തേക്കൊക്കെ മണ്ണിടിഞ്ഞ് ചെന്നിട്ടുണ്ട്. 2018 പ്രളയത്തിൽ ഇതിന് മുകളിലുണ്ടായിരുന്ന മൂന്നാർ ആർട്സ് കോളേജ് പൂർണ്ണമായും മണ്ണിടിഞ്ഞ് താഴത്തേക്ക് പതിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിന് സമീപത്ത് തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മൂന്നാറിൽ കഴിഞ്ഞ ഏതാണ്ട് 24 മണിക്കൂറിൽ 150 മില്ലിമീറ്ററിലധികം മഴയാണ് ലഭിച്ചത്. മഴ മാറുമ്പോഴും ശക്തമായ കാറ്റ് ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നതും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മരം ഒടിഞ്ഞു വീഴാനും അങ്ങനെയുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത കാറ്റുള്ള പശ്ചാത്തലത്തിൽ വർദ്ധിക്കുകയാണ്. എന്തായാലും ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാർ ഗ്യാപ് റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലാണ് ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നത്. മൂന്നാറിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.